ഹലോ, ഇന്നത്തോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ആനിവേഴ്സറിയാണ്. ഞാനും കുട്ടും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ്. എപ്പം പോകുന്ന അടുത്തുള്ള അമ്പലത്തിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈക്കിൾ ഇറങ്ങിയിട്ട് ഒരു വർഷമായി. അങ്ങനെ ഒരു വർഷം പോയ പോക്ക് അല്ലേ, ശരിക്കും പെട്ടെന്ന് പോലെ തോന്നുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വേഗം വരട്ടെ കേട്ടോ. ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിട്ടോ. അപ്പൊ അച്ഛനെയാണ് ഒരു വർഷം എന്നാണ് മാറ്റം പറ, എന്ന് തോന്നുന്നു. ഹലോ, അപ്പം അങ്ങനെ നമ്മളിതാ കണ്ണൂർ എത്തിയേട്ടാ. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ചെറിയൊരു പരിപാടി കേട്ടോ, ആനിവേഴ്സറി സെലിബ്രേഷൻ. അപ്പോൾ അത് അച്ഛനും ചിഞ്ചു ഉണ്ട്, അമ്മയുണ്ട്, അങ്ങനെ അമ്മയുണ്ട്, കുട്ടു എല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഭയങ്കര തിരക്കുണ്ട്. ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ടാണ് തോന്നുന്നു, ലീവുള്ള ദിവസമല്ലേ. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഞാനങ്ങനെ ഹെയർ കട്ട് ചെയ്തോട്ടെ, ഞാൻ അതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നതാണ് അല്ലേ. ഇതൊരു തിരക്കാണ്, ഇന്ന് ലീവായതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്, അടിപൊളിയാണല്ലോ. പിന്നെ എന്നാ ബഹറിന് ഏച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏച്ചിനെ വിളിക്കരുത് പറഞ്ഞു, അന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് യൂട്യൂബിൽ വിഷ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ചിഞ്ചു അമ്മ അതെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പാർക്കിൽ വന്നിട്ട് ഇങ്ങനെ പാർക്കിൽ വന്ന് എന്തിനാ? വെഡിങ് ആനിവേഴ്സറിക്ക് വന്നയാന്ന്. പിന്നെ അതിന്റെ കൂട്ടത്തിലൊരു കുഞ്ഞാലാട്ടം എല്ലാം ഇവിടെ കിട്ടി. ചിഞ്ചുന് എന്തോന്ന്? ഇങ്ങനെ സന്തോഷം തന്നെ അല്ലേ. ചിഞ്ചു 10th കഴിഞ്ഞിരിക്കലാണ് കേട്ടാ. നല്ല തിരക്കുണ്ട് കേട്ടാ പയ്യമ്പലത്ത്. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. ചിഞ്ചു ഹലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചിഞ്ചു എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ, നല്ല ആംബിയൻസ് അല്ലേ. ചില കുട്ടുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇതല്ലേ എന്ത് തോന്നുന്നു? കിച്ചു ഇങ്ങോട്ടൊക്കെ. ഇതാണ് കുട്ടുവിന്റെ എല്ലാമായ കിച്ചു. കണ്ടിട്ടുണ്ടാവില്ല, ഏട്ടൻ പുറത്തായിരുന്നു. കുട്ടിയുടെ ഫ്രണ്ടാണ് കേട്ടോ, ചങ്ക് ഫ്രണ്ട്സാണ് ഇവര്. ഇപ്പം ഇങ്ങനെ എല്ലാം എടുത്തിക്കൊണ്ടിരിക്കുന്നത്.
പഠിക്കുന്നു വേണ്ടേ? ഇന്ന് വേണ്ട മോനെ. ഫിനിഷ് ചെയ്യണേ, വേഗം കഴിക്ക്. ചിക്കൻ കബാബ് ഉണ്ട് കേട്ടോ. മാമനൊന്നും കഴിക്കുന്നില്ല. മാമൻ കുറച്ച് ചോറട്ടെ. സൗമേച്ചി എല്ലമ്മക്ക് എന്തെങ്കിലും വേണോ? അമ്മക്ക് എന്തെങ്കിലും വേണോ? അപ്പൻ എന്തെങ്കിലും വേണോ? ഹരിയാട്ടാ എന്തെങ്കിലും വേണോ? പൊരിച്ച മീനാ? രസമുണ്ടാ? ഐസ്ക്രീം കുറച്ച് കഴിച്ചാ മതി. അമ്മ കഴിച്ച്. ഹലോ, അപ്പം അങ്ങനെ നമ്മളെ ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയേട്ടാ. വീട്ടിലെത്തി കുറച്ച് നല്ല സമയമായി. പിന്നെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫങ്ഷനായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ വന്ന എല്ലാവർക്കും ഭയങ്കര ഒരുപാട് താങ്ക്സ്. പിന്നെ ഈ കല്യാണ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു കഴിഞ്ഞ കൊല്ലം ഈ സമയത്തല്ല, ഇന്നലെ എൻ്റെ അമ്മയെ എന്തൊരു തിരക്കായിരുന്നു. അപ്പോൾ തൻ്റെ മാമനായാലും ബിലാട്ടനായാലും നിതിനാട്ടനായാലും എൻ്റെ അമ്മയായാലും കാവീച്ചയായാലും, ഞാൻ പേരെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും വരലെണ്ണാൻ പറ്റുന്ന അത്രയും അവരായിരുന്നു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടത് എൻ്റെ കല്യാണത്തിന്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഈ സമയത്താണോ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ അന്നേരം തന്നെ എല്ലാവരെയും കണ്ടിട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ അവരെല്ലാം കല്യാണത്തിൻ്റെ സമയത്തെല്ലാം, ഒരു കല്യാണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എൻ്റെ അമ്മയായാലും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് വന്നിട്ട് എൻ്റെ അമ്മക്കും എൻ്റെ ചേച്ചിക്കും എല്ലാം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാൻ എല്ലാവർക്കും ഒരു ചെറിയതുപോലെയാണ്, വീട്ടിലെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അയച്ചേൻ്റെ കല്യാണം വിചാരിക്കാൻ പറ്റാത്ത എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ പിന്നെ ഈ സമയം വരെ എനിക്ക് വേറെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല, നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ അമ്മേനെയും എൻ്റെ ഫാമിലീനെയും എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡിനെ എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് കുട്ടി ഗിഫ്റ്റ് തന്നത് ലാപ്ടോപ്പാണ് കേട്ടോ.
പിന്നെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, എനിക്ക് വേണ്ടതല്ലാണ്ട് ചോദിച്ചിനി. ലാപ്ടോപ്പാണ് തന്നത്. അപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എനിക്ക് ഐഫോണാണ് എൻ്റെ. എനിക്ക് കുട്ടി വാങ്ങി തന്നെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് സ്പേസ് എല്ലാം ഫുള്ളായിപ്പോയി. കാരണം കല്യാണത്തിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസും അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് ഒന്നും ഡിലീറ്റ് ആക്കാനൊന്നും തോന്നിയില്ല. കുറേ പെൻ ഡ്രൈവിലെല്ലാം ആക്കി. അപ്പോൾ ഇനി ലാപ്പിലെല്ലാം എഡിറ്റെല്ലാം ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഒന്നും കൂടി മെച്ചപ്പെടുത്തണം എന്നെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ഫീൽഡ് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടാനും അങ്ങനെയെന്നെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. സമയത്തിൻ്റെ ആ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് ആനിവേഴ്സറിക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ കുട്ടുവിനും ഒരുപാട് താങ്ക്സ് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നതിലും. പിന്നെ എനിക്ക് നല്ലൊരു ഫാമിലീനെ കിട്ടിയതിൽ ഞാൻ ദൈവത്തോടും എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.